കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് വരെ 2020 ടീമിനെ പ്രഖ്യാപിച്ചത്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗില്ലിന് പരിക്കായതുകൊണ്ട് ഗില്ല് പരിക്ക് കഴിഞ്ഞ് വന്നാലേ ടീമിനെ പ്രഖ്യാപിക്കുകയുള്ളൂ. വാട്ട് ആൻ ഐഡിയ സെഡ്ജി, ആലോചിച്ച് നോക്ക്. ഇന്ത്യൻ കോച്ചിൻ്റെ ഐഡിയ ആലോചിച്ച്. ഗില്ലിന് പരിക്കായതുകൊണ്ട് 2020 ടീമിനെ പ്രഖ്യാപിച്ചില്ല. 2020 തുടങ്ങാറായതിൻ്റെ 4 ദിവസം മുമ്പാണ് ടീമിനെ പ്രഖ്യാപിക്കുന്നത്. അപ്പോഴത്തേക്കും ഗില്ല് പരിക്കിൽ നിന്ന് മുക്തനായിട്ട് തിരിച്ചു വന്നു. അപ്പോഴത്തേക്കും 2020 ടീമിനെ പ്രഖ്യാപിച്ച് ഗില്ല് തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ സഞ്ജുവിൻ്റെ ഓപ്പണിംഗ് സ്പോട്ട് പോയി. തുടർച്ചയായി 3 സെഞ്ചുറി അടിച്ച് ഇനിയും ആരുടെയൊക്കെ റെക്കോർഡ് തകർക്കണമെന്നൊന്നും ഒരു തോന്നലുള്ളത് കൊണ്ടാണോ, അതോ നോർത്ത് ഇന്ത്യൻ ലോബിയാണോ, എന്താണ് സത്യത്തിൽ എന്താണ്? കഴിഞ്ഞ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക 2020 മാച്ച് 11 പോലും ചാൻസ് കിട്ടിയില്ല സഞ്ജു സാംസൺ. എത്ര കളിയായി ഇതിപ്പോൾ ഇതൊക്കെ ഈ 11 പോലും ചാൻസ് കിട്ടിയിട്ടില്ല. പകരം ജിതേഷ് ശർമ്മയ്ക്കാണ് ചാൻസ് കിട്ടിയത്. ജിതേഷ് ശർമ്മയാണെങ്കിൽ ഫ്ലോപ്പായിരുന്നു. ഫ്ലോപ്പെന്ന് പറഞ്ഞാൽ ഇന്ത്യയെ മാച്ചിലെ ക്യാപ്റ്റനായിരുന്നു. അവിടെ പോയി ബംഗ്ലാദേശിൻ്റെ കൂടെയൊക്കെ തോറ്റ് പണ്ടാരടിക്കാൻ നാണം കെട്ടാണ് വന്നത്. ഇന്ന് 2024 നവംബറിലാണെന്ന് തോന്നുന്നു. അവിടെ ഡർബാണിൽ സൗത്ത് ആഫ്രിക്കയിൽ പോയി 2 സെഞ്ചുറി അടിപ്പിച്ചടിച്ച 2020 സെഞ്ചുറി അടിച്ച സഞ്ജു സാംസൺ ഇപ്പോൾ ടീമിലില്ല. പകരം ഫോമിലേ ഇല്ലാത്ത ജിതേഷ് ശർമ്മേനെ ടീമിലെടുത്തേക്കുന്നു. എന്നിട്ട് സൂര്യകുമാർ യാദവിൻ്റെ ഒടുക്കത്തെ ന്യായീകരണം. എല്ലാവരും നമ്മളെ സഞ്ജു സാംസൺ തഴയാണല്ലോ. ഞാൻ വിചാരിച്ച സൂര്യകുമാറെങ്കിലും ഉണ്ടായിരിക്കും അവനെ സപ്പോർട്ട് ചെയ്യാനെന്ന്. ഇപ്പം അവനെ സൂര്യകുമാർ സപ്പോർട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത 2020 നാളെയാണ് നടക്കുന്നത്. അതിലും കാണുമെന്ന് 100% കാണില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മാച്ച് ജയിച്ചുകൊണ്ട് ആ സെയിം ടീമിനെ തന്നെ അവർ 11 ഉൾപ്പെടുത്തും. ബാക്കി ആരെ ഉൾപ്പെടുത്തൂല. അപ്പോൾ ഈ 4 2020 ഇറങ്ങണം സൗത്ത് ആഫ്രിക്കയുടെ കൂടെ 4 2020 സഞ്ജു സാംസൺ ഇല്ലെന്ന് 100% ഉറപ്പായി. ഓപ്പണിങ്ങിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന പ്ലെയറിനെ ടീമിലില്ല. പകരം വന്ന ഗില്ലാണെങ്കിൽ കളിക്കണമെങ്കിൽ കുഴപ്പമില്ലാണ്ട്. ഇപ്പം ഗില്ലും കളിക്കില്ല. ഗില്ലാണെങ്കിൽ മാരകമായിട്ട് ഫോം ഔട്ടാണ്. ഫോം ഔട്ട് എന്നാൽ ഗില്ലിൻ്റെ ഗില്ലിൽ എനിക്കൊന്ന് സഞ്ജു സാംസനെ അനുകരിക്കണമെന്നു. സഞ്ജു സാംസൺ കളിക്കണ പോലെ കളിക്കും. ഇപ്പം എന്തായാലും സഞ്ജുവിന് ഇതിൽ ചാൻസ് കിട്ടിയില്ലെങ്കിലുള്ള ഏറ്റവും വലിയ പാടെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം നടക്കുന്ന 2020 വേൾഡ് കപ്പിൽ ടീം 11 പ്രഖ്യാപിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്താവും. എന്നിട്ട് ഈ ഡൂക്കിൽ ജിതേഷ് ശർമ്മേനെ വേണമെങ്കിൽ ഋഷഭ് പന്തിനെ തിരിച്ചു കൊണ്ടുവരും. 2020 വേൾഡ് കപ്പ് ആകുമ്പോൾ ഋഷഭ് പന്തിനെ തിരിച്ചു കൊണ്ടുവരും. പകരം സഞ്ജു സാംസൺ കാണില്ല ടീമിൽ. 100% ഉറപ്പ്. ഈ 4 2020 ഏതെങ്കിലും ഒരു കളിയിൽ ഇറക്കി അതിൽ സഞ്ജു ഫോമായാൽ അടുത്ത 2020 വേൾഡ് കപ്പിനുള്ള ടീമിൽ 11 പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തുള്ളൂ.